നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 6. അങ്ങനെ ഏകദേശം 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും നിഫ്റ്റിക്ക് 24,400 എന്ന ലെവൽ മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. ഇന്നത്തെ ഓപ്പണിംഗിന് ശേഷം ആദ്യ 5 മിനിറ്റിൽ ക്യാൻഡിൽ തന്നെ നിഫ്റ്റി ഇന്ന് അതിന്റെ ഡേ ലോയായ 24,287 എന്ന ലെവലിൽ സപ്പോർട്ടും എടുത്തു. തുടർന്ന് രാവിലെ 10:25 24,400 എന്ന ലെവൽ 2 മാസങ്ങൾക്ക് ശേഷം മറികടക്കുവാനും സാധിച്ചു. പിന്നീട് ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് ശേഷം 24,400 എന്ന ലെവലിലുള്ള ഗ്രിപ്പ് നഷ്ടപ്പെട്ടെങ്കിലും 1 മണിക്കൂറിന് ശേഷം വീണ്ടും ഈ ലെവൽ മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് 159 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായപ്പോൾ സെൻസെക്സിന് 521 പോയിന്റുകളുടെയും അതേസമയം ബാങ്ക് നിഫ്റ്റിക്ക് 353 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്നും തുടർച്ചയായി 4ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ചതെന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിൽ പരിശോധിക്കുകയും ചെയ്യാം. എങ്കിലും ഇന്ന് NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 1,425 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടിയും അതേസമയം 1,593 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. HDFC ബാങ്ക്, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ONGC, ബജാജ് ഓട്ടോ, M&M തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറുവാനായപ്പോൾ കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, TCS, മാക്സ് ഹെൽത്ത് കെയർ, ബജാജ് ഫിൻസർവ്, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ ബ്രോഡ്ലി എല്ലാ മേഖലകൾക്കും തന്നെ നേട്ടം കൈവരിക്കുവാനുമായി റിയാലിറ്റി മേഖലയാണ് ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് സെക്ടർ ആയിട്ട് മാറിയത്. ഏകദേശം 1.69% നേട്ടത്തോടുകൂടിയും അതേസമയം കൺസ്യൂമർ ഡ്യൂറബിൾസിന് 1.47%, ഓട്ടോയ്ക്ക് 1.35%, ഓയിൽ ആൻഡ് ഗ്യാസിന് 1.14% നേട്ടം കൈവരിക്കുവാനായപ്പോൾ മെറ്റൽ ഇൻഡെക്സിന് 0.91%, എനർജിക്ക് 0.25% നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. അതേസമയം ഇന്ന് മീഡിയ സെക്ടറാണ് ഏറ്റവും മോശമായ പെർഫോമൻസ് കാഴ്ചവെച്ചതും. ഏകദേശം 1.07% നഷ്ടത്തോടുകൂടിയും PSU ബാങ്കിന് 0.91%, നിഫ്റ്റി ITക്ക് 0.53% ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. വെള്ളിയാഴ്ച നടത്തിയ ഫ്ലാറ്റ് ആയിട്ടുള്ള ട്രേഡിംഗിന് ശേഷം ഇന്ന് ബോർഡർ മാർക്കറ്റ്സുകൾക്ക് വീണ്ടും ശക്തി ആർജിക്കുവാൻ സാധിച്ചു. തൽഫലമായി നിഫ്റ്റി മിഡ് ക്യാപ്പിന് 0.4%, സ്മോൾ ക്യാപ്പിന് 0.7% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനിൽ ശക്തമായ ഇടിവ് നേരിട്ടിരുന്ന ഇന്ത്യൻ രൂപയ്ക്ക് വെള്ളിയാഴ്ച 13 പൈസയുടെ നേട്ടത്തോടുകൂടി $ഡോളറിനെതിരെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായെങ്കിലും വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും ഇന്നും ഇന്ത്യൻ രൂപയ്ക്ക് ഇടിവാണ് നേരിടേണ്ടതായിട്ടും വന്നത്. തുടർന്ന് 18 പൈസയുടെ നഷ്ടത്തോടുകൂടി 95.40 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും ഇന്ത്യൻ രൂപ $ഡോളറിനെതിരെ രേഖപ്പെടുത്തുകയും ചെയ്തത്. വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളും തുടർന്നുണ്ടായ എണ്ണയുടെ വിലയിലുണ്ടായ ശക്തമായ ഉയർച്ചയുമായിരുന്നു ഇന്ത്യൻ രൂപയുടെ മൂല്യത്തെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഈ അടുത്ത കാലത്ത് എത്തിച്ചതെങ്കിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു അറുതി വരികയും എണ്ണയുടെ വില തൽസ്ഥിതിയിലേക്ക് ഏകദേശം എത്തിച്ചേർന്നിട്ട് പോലും ഇന്ത്യൻ രൂപ സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ വീക്കെൻഡിൽ ഇന്ത്യൻ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ മീറ്റിംഗ് ചേരുന്നുണ്ട്. ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ പർച്ചേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നടന്ന യോഗത്തിൽ ഏകദേശം 52,000 കോടി രൂപയുടെ പർച്ചേസ് നടത്തുവാൻ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ തീരുമാനമെടുത്തതിനെ തുടർന്ന് ഇന്ന് ഡിഫൻസ് സ്റ്റോക്കുകളായ പാരാസ് ഡിഫൻസ്, BEL, HAL തുടങ്ങിയ സ്റ്റോക്കുകളിൽ 5% ഉയർച്ചയും അനുഭവപ്പെട്ടു. തുടർച്ചയായി ഇന്ന് 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും വേദാന്ത ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിൽ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട 3 സ്റ്റോക്കിൽ ഇന്ന് ശക്തമായ ഇടിവും അനുഭവപ്പെടുകയും ചെയ്തു. വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അടുത്ത ആഴ്ച മുതൽ $3 ബില്യൺ IPOയ്ക്ക് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് NSE ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ശക്തമായ നേട്ടത്തോടുകൂടി തന്നെ 2 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നലത്തെ മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലും ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ടിരുന്നു. ഈ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയെ ഏറ്റവും പ്രധാനമായും സ്വാധീനിക്കുന്നത് കഴിഞ്ഞ വീക്കെൻഡിലും കൂടാതെ ഈ ആഴ്ചയിലും
തീർച്ചയായിട്ടും ഇന്ത്യയിൽ നിന്ന് വരാൻ വേണ്ടി പോകുന്ന Q1 ബിസിനസ് അപ്ഡേറ്റുകൾ തന്നെയായിരിക്കുമെന്നുള്ളത് പ്രധാനമായും. അതിന്ന് അക്ഷരാർത്ഥത്തില് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കുന്ന കാഴ്ചയും ദൃശ്യമായിരുന്നു. കഴിഞ്ഞ വീക്കെൻഡില് ഇന്ത്യൻ മാർക്കറ്റിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളും, തുടർന്ന് ഇന്നലെ യെസ് ബാങ്ക് തുടങ്ങി ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ ഡിസ്കസ് ചെയ്യപ്പെട്ട കമ്പനികളും അവയുടെ Q1 ബിസിനസ് അപ്ഡേറ്റുകൾ പുറത്തുവിട്ടതിനെ തുടർന്ന് ഉണ്ടായ ഒരു ഇമ്പാക്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ ശക്തമായ ഒരു നേട്ടത്തിലേക്ക് നയിക്കുവാൻ പ്രധാന പങ്ക് തന്നെ വഹിച്ചത്. എസ്പെഷ്യലി ബാങ്കിംഗ് മേഖലയെ Q1 അപ്ഡേറ്റ്സുകൾ കരുത്ത് പകരുന്ന കാഴ്ച തന്നെയാണ് ഇന്ന് കാണുവാനായിട്ടും ഇന്ന് സാധിച്ചിരുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള 16 സ്റ്റോക്കുകളിൽ 14 സ്റ്റോക്കുകൾക്കും ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതും. HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ 2.5% നേട്ടം കൈവരിക്കുവാനായപ്പോൾ Q1 ബിസിനസ് അപ്ഡേറ്റിനെ തുടർന്ന് കൊട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 3.5% ഇടിവും നേരിടേണ്ടതായിട്ട് വരികയും ചെയ്തു. എങ്കിലും ഇന്ന് ബാങ്കിംഗ് മേഖലയ്ക്ക് കാഴ്ചവെക്കുവാൻ സാധിച്ച ശക്തമായ പെർഫോമൻസും എണ്ണയുടെ വില താഴ്ന്ന നിലയിലായിട്ട് എത്തിച്ചേർന്നതിനെ തുടർന്നും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ താൽക്കാലികമായിട്ടാണെങ്കിൽ കൂടിയിട്ടും സോൾവ് ആയതിന്റെ ഫലമായിട്ടും വെള്ളിയാഴ്ച വീണ്ടും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിലേക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1355 കോടി രൂപയുടെ ബൈങ് നടത്തിക്കൊണ്ട് തിരിച്ചു വന്നതും ഇന്നത്തെ മാർക്കറ്റിന്റെ റാലിക്ക് കരുത്ത് പകരുകയും ചെയ്തു. വെൽസ്പൺ കോർപ്പില് ഇന്ന് 4% ഉയർച്ചയായിരുന്നു അനുഭവപ്പെട്ടത്. ഇതിനെ തുടർന്ന് ഇന്ന് നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സിനും ശക്തമായ നേട്ടം കൈവരിക്കുവാനായി. കൂടാതെ APL, അപ്പോളോ ട്യൂബ്സ്, ലോയ്ഡ്സ് മെറ്റൽ ആൻഡ് എനർജി തുടങ്ങിയ സ്റ്റോക്കുകൾക്കും 1% മുതൽ 2% നേട്ടവും കൈവരിക്കുവാനായതും ഇന്ന് മെറ്റൽ മേഖലയെ ഉണർത്തിയപ്പോൾ ലോധ ഡെവലപ്പേഴ്സ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഒബ്രോയ് റിയാലിറ്റി തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് 2% നേട്ടം കൈവരിച്ചുകൊണ്ട് നിഫ്റ്റി റിയാലിറ്റി മേഖലയെ 1.81% നേട്ടം കൈവരിക്കുവാനും സഹായിച്ചതും ഈ രണ്ട് മേഖലയ്ക്കും ഇന്ന് കാഴ്ചവെക്കുവാനായ ശക്തമായ പെർഫോമൻസും ഈ രണ്ടു സെക്ടറുകൾക്കും പുറമെ ഇന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്നും ജൂൺ മാസത്തെ ഇന്ത്യയിലെ കാർ സെയിൽസ് ഡാറ്റ റിലീസ് ചെയ്തു. 29% വർധനവാണ് ഇയർ ഓൺ ഇയർ ബേസിസിൽ കാറുകളുടെ വിൽപ്പനയിൽ രേഖപ്പെടുത്തിയതും. ഇതിനെ തുടർന്ന് ഇന്ന് ഒട്ടുമിക്ക ഓട്ടോ സ്റ്റോക്കുകൾക്കും ശക്തമായ നേട്ടവും കൈവരിക്കുവാനായി. തൽഫലമായി നിഫ്റ്റി ഓട്ടോയ്ക്കും ഇന്ന് 1.25% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനായതും. ഇതിനെല്ലാം പുറമെ ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള ഫാക്ടറും നിഫ്റ്റിക്ക് ഗുണം ചെയ്തു. അതായത് 24,200 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടിയിരുന്നു നിഫ്റ്റിക്ക്. തുടർന്ന് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമായിരുന്നെങ്കിൽ. എന്നാൽ ഇന്നത്തെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിനെ തുടർന്ന് 23,300 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും ഉടനടി തന്നെ നിഫ്റ്റിക്ക് ഈ ലെവൽ തിരിച്ചു പിടിക്കുവാനുമായി. തൽഫലമായി നിഫ്റ്റിയുടെ പ്രധാന റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്ന 24,300, 24,400 എന്നീ ലെവലുകൾ അതിശക്തമായി മറികടക്കുവാൻ സാധിച്ചതും ഇന്ന് നിഫ്റ്റിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഗുണവും ചെയ്തു. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായത്. എങ്കിലും 24,500 എന്ന അടുത്ത സൈക്കോളജിക്കൽ ലെവലിന് അടുത്തായിട്ട് ഇന്ന് നിഫ്റ്റിക്ക് എത്തിച്ചേരുവാനുമായില്ല. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ രാവിലത്തെ പോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് ഫ്ലാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടിയും, ഫ്രാൻസ് മാർക്കറ്റ് 0.25%, ജർമ്മൻ മാർക്കറ്റ് 0.5%ലേറെയും നേട്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിൽ നിന്നും മിക്സഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. ജപ്പാൻ, തായ്വാൻ, കൊറിയ, ചൈന തുടങ്ങിയ മാർക്കറ്റുകൾക്ക് ഇന്ന് നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഇന്ത്യ, സിംഗപ്പൂർ, ഹോങ്കോങ്, തായ്ലാന്റ്, ഇന്തോനേഷ്യൻ മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി. ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.25% ഇടിവാണ് അനുഭവപ്പെടുന്നത്. ഗോൾഡിന്റെ വിലയിലും 0.5% ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില 71.59 എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില $68.25 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വില $4,149.42 പെർ ഔൺസ് എന്ന നിലയിലായിട്ടും വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ലേസർ പവർ ആൻഡ് ഇൻഫ്ര പവർ കേബിളുകളും കണ്ടക്ടറുകളും നിർമ്മിക്കുന്ന കൊൽക്കത്ത ആസ്ഥാനമായിട്ടുള്ള കമ്പനി തങ്ങളുടെ 742 കോടി രൂപയുടെ IPOയ്ക്കായിട്ട് 203 രൂപയ്ക്കും 214 രൂപയ്ക്കും ഇടയിലായിട്ടുള്ള പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തുകൊണ്ടുള്ള പ്രഖ്യാപനം ഇന്ന് നടത്തി. ജൂലൈ 9
IPO സബ്സ്ക്രിപ്ഷന് വേണ്ടി ഓപ്പൺ ആകും. ജൂലൈ 13-നാണ് സബ്സ്ക്രിപ്ഷൻ അവസാനിക്കുകയും ചെയ്യുക. ഏത് എനർജി ഇന്ത്യയിൽ നിന്നും ഏകദേശം $200 മില്യൺ ഓഹരികൾ വിൽക്കുവാനായിട്ടുള്ള പദ്ധതി തയ്യാറാക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അഡോൺ അഗ്രോ കൊമോഡിറ്റീസ് സ്റ്റോക്ക് ഇന്ന് BSE SME പ്ലാറ്റ്ഫോമിൽ IPO പ്രൈസിൽ നിന്നും 12% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഫാൽക്കൺ കോൺസെപ്റ്റ്സ് നോയിഡയിലെ സ്പൈഡർ ഇൻഫർമേഷൻ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് 101 കോടി രൂപയുടെ പുതിയൊരു വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. അഡോർ വെൽഡിംഗ് 2025-26 സാമ്പത്തിക വർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 23 രൂപ പെർ ഷെയർ എന്ന നിലയിൽ ഡിവിഡന്റ് കമ്പനി പ്രഖ്യാപിച്ചു. പനാമ പെട്രോച്ചം താനെയിലെ അംബർനാഥിലുള്ള പുതിയ യൂണിറ്റിന്റെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു. ഓർഗാനിക് റീസൈക്ലിംഗ് സിസ്റ്റംസ് 1:2 എന്ന റേഷ്യോയിൽ ബോണസ് ഇഷ്യൂവിനായിട്ടുള്ള പദ്ധതി കമ്പനി തയ്യാറാക്കുന്നു എന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അതായത് നിലവിൽ 2 ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡർക്ക് പുതുതായിട്ടൊരു ഷെയർ ബോണസ് ഷെയർ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. സൺലൈറ്റ് റീസൈക്ലിംഗ് ഇൻഡസ്ട്രീസ് കോപ്പർ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് 37 കോടി രൂപയുടെ വിപുലീകരണ പദ്ധതി കമ്പനി പ്രഖ്യാപിച്ചു. റെയ്മണ്ട് ലിമിറ്റഡ് മുതിർന്ന ഡിഫൻസ് ലീഡറായിരുന്ന ശ്രീ ഭാനുപ്രകാശ് ശ്രീവാസ്തവയെ കമ്പനിയുടെ ഡിഫൻസ് സെക്ഷന്റെ CEO ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ഇന്ന് സ്റ്റോക്കിൽ ശക്തമായ ഉയർച്ചയും അനുഭവപ്പെട്ടത്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.